ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സംഘപരിവാറിന്റെ ബി ടീമായി അവതരിച്ചൊരു അന്വേഷണ ഏജൻസി. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് അനഭിമതനായാൽ ഭൂതം വരുമെന്ന മട്ടിൽ ED വരുമെന്ന് സാധാരണക്കാർ പോലും പരിഹസിക്കുന്ന മട്ടിലേക്ക് തരം താഴുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു കേന്ദ്ര അന്വേഷണ സംവിധാനം. പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് വേട്ടയാടി വാർത്താ തലക്കെട്ടുകൾ ഉണ്ടാക്കി അവർ BJPയിൽ ചേരുന്ന നിമിഷം കേസുകൾ തേച്ചുമായ്ച്ചു കളയുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള വാഷിംഗ് മെഷീൻ സംവിധാനം. BJP ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ കാടിളക്കി കുതിക്കവേ ED എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഞെട്ടിക്കുന്ന അഴിമതി കഥകൾ ഇതാ ഒന്നൊന്നായി പുറത്തു വരുന്നു. EDക്ക് ചാകരയായിരുന്നൊരു കാലം നാം മറന്നിട്ടുണ്ടാകില്ല. സ്വർണ്ണക്കടത്ത്, ഖുറാനിൽ സ്വർണം കടത്ത്, ഈന്തപ്പഴത്തിലും ബിരിയാണി ചെമ്പിലും സ്വർണം കടത്ത്, കിഫ്ബി, ലൈഫ് മിഷൻ, കരുവന്നൂർ, ശേഷം കുളിപ്പിച്ചൊരുക്കി കാത്തുവച്ച CMRL, എക്സാലോജിക്. അങ്ങനെ ഒന്ന് ആസ്വദിച്ചു വരുമ്പോൾ അഴിമതി കഥകൾ ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത് എന്തൊരു കഷ്ടമാണ്. CPIMനെയും സംസ്ഥാന സർക്കാരിനെയും വീഴ്ത്താൻ കാത്തുവച്ച കുഴിയിൽ അതാ കിടക്കുന്നു ഡെപ്യൂട്ടി ഡയറക്ടർ മുതൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വരെ. വീണിതല്ലോ കിടക്കുന്നു ധരണയിൽ, ശോണിതവും അണിഞ്ഞയോ ശിവശിവ എന്ന മട്ടിൽ. ഒരു ഭാഗത്ത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ കള്ളക്കേസുകൾ, മറുഭാഗത്ത് കള്ളക്കേസിനും ഉള്ള കേസ് ഇല്ലാതാക്കാനും കൈക്കൂലിയായും ഹവാലിയായും വാങ്ങുന്ന കോടികൾ. ഇനി പ്രതികൾ BJPക്കാരാണെങ്കിലോ കൊടകരയോളം മികച്ച ഉദാഹരണം വേറെന്തിന്? ഇനിയും എങ്ങനെ വിശ്വസിക്കണം നാണം കെട്ടിയ അന്വേഷണ സംവിധാനത്തെ? സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് അവനെ തന്നെ വേട്ടയാടുന്നത് അവസാനിപ്പിച്ച BJP സർക്കാരിന്റെ ഹഫ്ത പിരിവ് സംഘമായി പരസ്യമായി പ്രഖ്യാപിച്ച ജനാധിപത്യത്തിന്റെ നിഴൽവട്ടത്തു നിന്നും മാറ്റി നിർത്തണം നിലവാരം തകർന്ന ഈ അന്വേഷണ ഏജൻസിയെ. ഇന്ന് ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കുചേരുന്നവർ: അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPIMൽ നിന്നും, പ്രൊഫസർ റോണി K. ബേബി കോൺഗ്രസ് നേതാവ്, ഷാജി രാഘവൻ BJPയിൽ നിന്നും, M. ജയചന്ദ്രൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം BJP നേതാവിലേക്കാണ്. ഷാജി രാഘവൻ, കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നതോർക്കണം. കനത്തിൽ ഗാന്ധി കയ്യിലുണ്ടെങ്കിൽ ഉള്ള കേസുകൾ ഇല്ലാതാക്കാനും ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമയ്ക്കാനും EDയോളം പോകുന്ന മറ്റൊരു അന്വേഷണ ഏജൻസി ഉണ്ടോ ഈ രാജ്യത്ത്? കൊല്ലം സ്വദേശി കൊല്ലത്തെ ഒരു കശുവണ്ടി വ്യവസായി അദ്ദേഹം കൊടുത്ത ഒരു പരാതിയിൽ കൊച്ചി ED ഓഫീസുമായി ബന്ധപ്പെട്ട് 3 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് 2 പേര്, 2 ഏജൻസ്, പിന്നെ ഒരാളൊരു ഇടനിലക്കാരൻ എന്നൊക്കെയുള്ള രീതിയിലാണ് പത്രവാർത്തകളൊക്കെ കാണുന്നത്. അതിലൊന്നാം പ്രതിയായി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള, അതായത് കൊച്ചിയിലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള EDയുടെ ആളാണ് ഒന്നാം പ്രതി എന്നാണ് നമ്മൾ പത്രവാർത്തകളിൽ നിന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. തുടക്കത്തിലെ തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, കേരളത്തിലെ വിജിലൻസ് വളരെ വിജിലൻ്റായി എടുത്ത ഈ നടപടിയെ സ്വാഗതം ചെയ്യുക. കാരണം അഴിമതി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള ബ്യൂറോക്രസിയുടെ അഴിമതി, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10-70 വർഷത്തിന് മേലായെങ്കിൽ കൂടിയും നമുക്ക് തുടച്ചു നീക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായിട്ട് രാജ്യത്തും സംസ്ഥാനത്തും നമ്മുടെ ബ്യൂറോക്രസിയിലെ അഴിമതി നിലനിൽക്കുന്നുണ്ട്. അത് വില്ലേജ് ഓഫീസർ മുതൽ അങ്ങ് മുകളിൽ സിവിൽ സർവീസ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ടില്ലേ, ഡൽഹിയിലൊരു സുപ്രീം കോടതി ജഡ്ജിയുടെ വീടിൻ്റെ തൊഴുത്തിന് തീ പിടിക്കുമ്പോൾ പോലും നോട്ട് കെട്ടുകളാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതൊന്നും മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുണ്ട്. ഇതിനെതിരെയുള്ള ഒരു പൊളിറ്റിക്കൽ ബില്ലാണ് പൊതുജനങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും. ശരി, ഷാജി രാഘവൻ, താങ്കൾ വിശാലമായ അർത്ഥത്തിൽ നല്ലത് തന്നെ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ ED എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ ഒരു പൊളിറ്റിക്കൽ വെപ്പണായി കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി കൂടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കേരളത്തിലടക്കം കോടതികൾ വലിയ നിലയിൽ EDക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അന്വേഷണ സംവിധാനങ്ങൾ, അവരുടെ അന്വേഷണ രീതിക്കൊക്കെ എതിരെ, കരുവന്നൂർ കേസിൽ പോലും. അപ്പോൾ അങ്ങനെ മുന്നേറുന്ന ഒരു അന്വേഷണ ഏജൻസി ഇങ്ങനെ പണം കൊടുത്താൽ ആർക്കും എങ്ങോട്ടും മാറ്റാവുന്ന ഒന്നാണ് എന്നുള്ളത് തെളിവ് സഹിതം പുറത്തു വരികയാണ്. അപ്പോൾ ഇതുവരെ അവർ അന്വേഷിച്ച കേസുകൾ, സർക്കാരുകൾക്കെതിരെ നടത്തിയ വേട്ടയാടലുകൾ, പ്രതിപക്ഷ നേതാക്കളെ ഇരയാക്കിയ കേസുകൾ, ഇതിലൊക്കെയുമുള്ള വിശ്വാസ്യത സാധാരണക്കാരൻ സംശയിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണ ഏജൻസിയെ നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിനും BJPക്കും എന്ത് മറുപടി ഉണ്ട് ആ വിഷയത്തിൽ? ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ CISF ഉദ്യോഗസ്ഥന്മാർ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അങ്കമാലിയിൽ വണ്ടി കയറ്റി കൊല്ലുക. 2 പ്രതികളുണ്ട് അതിനകത്ത്. CISFൻ്റെ ഉദ്യോഗസ്ഥരാണ്. എന്ന് വിചാരിച്ച് CISF എന്ന് പറയുന്ന മുഴുവൻ സംവിധാനം മോശമാണോ?
നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി, മാസങ്ങളോളം ജയിലിൽ കിടന്നു. എന്തായിരുന്നു കാരണം? അനധികൃതമായി പണം സമ്പാദിച്ചതിൻ്റെ കേസാണ്. ജാമ്യത്തിൽ അദ്ദേഹം പുറത്തുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വിചാരിച്ച് ഈ രാജ്യത്തെയും സംസ്ഥാനത്തെയും സിവിൽ സർവീസ് സംവിധാനം മുഴുവൻ മോശമാണ്. ഇതിന് സമാന്തരമായി എത്രയധികം കേസുകളുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർ, എന്തിനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മുടെ കോടതി, നീതിന്യായ കോടതി സംവിധാനമൊക്കെ പരാജയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു ഉദ്യോഗസ്ഥൻ, ഒരു സുപ്രീം കോടതി ജഡ്ജി ആയിക്കോട്ടെ, അവർ അഴിമതിയുടെ ഭാഗമായി അനധികൃതമായി പണം സമ്പാദിക്കുന്നെങ്കിൽ ആ സംവിധാനം മുഴുവൻ മോശമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒറ്റ ഉദ്യോഗസ്ഥന്റെ കേസിൽ മാത്രമല്ല നമ്മൾ EDയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നോക്കി ഏറ്റവും ഒടുവിലാണ് വാസ്തവത്തിൽ കേരളത്തിൽ നിന്നും ഇങ്ങനൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വർഷം ആദ്യം ED ഷിംല യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ വിശാൽ ദിലീപിനെ CBI അറസ്റ്റ് ചെയ്തത് സ്കോളർഷിപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട കൈക്കൂലി കേസിലാണ്. കഴിഞ്ഞ വർഷം മുംബൈയിൽ ജുവലറി ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങിയ കേസിൽ EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ സന്ദീപ് സിംഗ് യാദവിനെ അറസ്റ്റ് ചെയ്തത് CBI ആണ്. ചിട്ടിക്കേസ് ഒഴിവാക്കാൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ മണിപ്പൂരിൽ ED ഉദ്യോഗസ്ഥൻ നവൽ കിഷോർ മീണയെ അറസ്റ്റ് ചെയ്തത് ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ്. 2021 ബംഗളൂരുവിലെ ബിസിനസ്സുകാരന്റെ വീട്ടിൽ വ്യാജ റെയ്ഡ് നടത്തിയതിന് പിടിയിലായത് ED ഉദ്യോഗസ്ഥൻ D ചിന്നകേശവലുവാണ്. അതിനുശേഷം ഇതാ കേരളത്തിൽ നിന്നും ഒരു കേസ്. അപ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലല്ല ഇത് എന്നുള്ളതും, പണം ഉണ്ടെങ്കിൽ ആർക്കും വിലയ്ക്ക് വാങ്ങാൻ ഒരു സംവിധാനമായി ED മാറി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇത്? ശ്രീ ഷാജി രാഘവൻ അതാണ് ചോദിക്കാൻ ശ്രമിച്ചത്. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. അഡ്വക്കേറ്റ് K അനിൽകുമാർ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ED എന്തിന് പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷേ തൊണ്ടി സഹിതം പിടികൂടുക എന്നുള്ളത് ഏതൊരു കേസിലും ഏറ്റവും പ്രധാനമാണ്. ഇവിടെ അതാ കൊച്ചി യൂണിറ്റിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ തൊണ്ടി സഹിതം കേരളത്തിലെ EDയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് ബോധ്യമാകുന്ന ഇടപെടൽ ഉണ്ടാകുന്നു. ഇതുവരെ ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ EDയുടെ അന്വേഷണങ്ങൾക്കെതിരെ, EDയുടെ ചില വേട്ടയാടലുകൾക്കെതിരെ ഉയർത്തിയത് CPIM ആയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നിന്ന് എല്ലാ നേതാക്കളുമായിരുന്നു. കാരണം നിങ്ങൾ ഇരയാക്കപ്പെട്ടവരായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും വിശ്വാസത്തിലാകുന്ന ഒരു ഇടപെടലായി ഈ സംഭവം മാറുന്നുണ്ടോ? ഇവിടെ ഈ ചർച്ചയിൽ തെറ്റായൊരു കാര്യം ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ തിരുത്തിയില്ലെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായൊരു കളങ്കമായി കിടക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിലില്ല. അദ്ദേഹത്തിന് നയതന്ത്രച്ചാലിൽ നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അറിവില്ല എന്നാണ് NIA കൊടുത്ത കുറ്റപത്രത്തിൽ പറയുന്നത്. ED നമ്മുടെ രാജ്യത്ത് തെറ്റായ തരത്തിൽ നിരപരാധികളെ നിരവധി പേരെ ജയിലിലടച്ചിട്ടുണ്ട്. അതുപോലെ ജയിലിലടയ്ക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ശിവശങ്കർ. അതിനപ്പുറത്തൊരു കാര്യവും അദ്ദേഹത്തെക്കുറിച്ചില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിൽ പൊതുവായ വസ്തുതാപരമായി നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ശിവശങ്കറിൻ്റെ പേര് പറഞ്ഞാൽ ഉടനെ തലകുലിക്കേണ്ട ഒരു കാര്യം കേരള സർക്കാരിനില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തെറ്റായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥനും ജോലിയിൽ ഉണ്ടായിരുന്നില്ല. ശിവശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയും അങ്ങനെ തെറ്റായൊരു കാര്യം അവിടെ ഇരുന്ന് ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ വേട്ടയാടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ആ വേട്ടയാടിയ വീരന്മാരാണ് പിടികൂടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരള പോലീസ് ഇതിനു മുമ്പ് EDക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഉണ്ട്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുകയും തെറ്റായ തെളിവുണ്ടാക്കാൻ വേണ്ടി, വ്യാജ തെളിവുണ്ടാക്കാൻ വേണ്ടി നോക്കുകയും ചെയ്തതിന് കേരളത്തിലെ 2 ED ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കേരള പോലീസ് FIR ഇട്ടു. ആ FIR കൈകാര്യം ചെയ്ത ഹൈക്കോടതി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണം ആ കേസ് കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ആ ജില്ലാ കോടതി നടത്തിയാൽ മതി, FIR പ്രത്യേകം വേണ്ട. ഇതാണ് ആ കേസിലെ ഉത്തരവ്. 2, ED കേരളത്തിൽ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനം സംബന്ധിച്ച് ജസ്റ്റിസ് VK മോഹനൻ ചെയർമാനായ ഒരു അന്വേഷണ കമ്മീഷനെ കേരള ഗവൺമെൻറ് നിയോഗിച്ചു. എന്തിനാണ് നിയോഗിച്ചത്? ED കേരളത്തിൽ നിയമപരമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങളുടെ ബോധ്യം. 3, കേരളത്തിലെ ഒരു ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ കിബിയുടെ പേരിൽ എത്രയോ ദിവസം വരുത്താൻ നോക്കി. കേരള ചരിത്രത്തിൽ ED വിളിച്ചിട്ട് പോകാൻ ഇടവന്നിട്ടില്ലാത്ത ഏക നേതാവ് ഡോക്ടർ തോമസ് ഐസക്കാണ്. എന്തുകൊണ്ട് പോകേണ്ടി വന്നില്ല? കൃത്യമായിട്ട് പറയാം, ഞങ്ങളുടെ മടിയിൽ കനമില്ല. ഇന്ന് വിജിലൻസിൻ്റെ EDയുടെ പേരിൽ കേസെടുക്കുകയും ED ഉദ്യോഗസ്ഥനായ മിസ്റ്റർ രാധാകൃഷ്ണൻ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും കൊച്ചി യൂണിറ്റിലെ പ്രധാനപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പുരോഹിതന്മാർ പോലും കടന്നു വന്ന ED ഓഫീസിൽ നടക്കുന്ന പണി എന്താണെന്ന് വ്യക്തമാക്കി. ED കേസെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒറ്റപ്പെട്ട ചില വ്യക്തികൾ ചെയ്തു എന്ന് BJP നേതാവ് പറഞ്ഞു. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കൂ.
18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഇന്ത്യയിൽ നടന്നില്ലേ? ആ പണം എങ്ങനെയാണ് BJP തട്ടിയെടുത്തത്? BJP തട്ടിയെടുത്തത് ED റെയ്ഡ് നടത്തിയ സ്ഥാപനങ്ങളിൽ നിന്നും BJPക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട്, ഇലക്ട്രൽ ബോണ്ടിന് വേണ്ടി ഇന്ത്യ രാജ്യത്തെ BJP എന്ന് പറയുന്ന പാർട്ടി BJPയെ EDയെ കൂലിപ്പട്ടാളമാക്കി. തള്ള തടിവഴിയെങ്കിൽ പിള്ള ഇലവഴി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ BJPക്ക് വേണ്ടി കൂലിപ്പട്ടാളമായവർ ഒറ്റയ്ക്ക് പിരിവിനിറങ്ങിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് കേരളത്തിലെ വിജിലൻസ് പിടിച്ചത്. ഞങ്ങൾ BJPക്കാരോട് പറയുന്നു, അമിത്ഷയോട് പറയുന്നു, നിർമ്മലാ സീതാരാമനോട് പറയുന്നു, ഇതാണ് കേരള സർക്കാരിൻ്റെ തൻ്റെ ഇടം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി BJPയുമായി സഖ്യത്തിലാണ്, സന്ധിയിലാണ്. കേരള പോലീസ് സംഘി പോലീസാണെന്ന് പറഞ്ഞ് ജമായത്തെ ഇസ്ലാമി കണ്ണുറന്ന് കാണുക. കേരള പോലീസ് സംഘി പോലീസാണെങ്കിൽ, RSS പോലീസാണെങ്കിൽ, RSSകാർ കരുനിൽക്കുന്ന പോലീസാണെങ്കിൽ ഇതിങ്ങനെ പിടിക്കുമോ? EDയെ നമ്മുടെ രാജ്യത്ത് പ്രതിക്കൂട്ടിക്കൊണ്ടിങ്ങനെ നിർത്തുമോ? അത് കേരളത്തിലെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ തൻ്റെ ഇടമാണ്. ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടിക്ക് ഒളിക്കാൻ ഒന്നുമില്ല. കേരളത്തിലെ LDF നേതാവിൻ്റെ ഒരു നേതാവിനെയും തൊടില്ല ED. എന്താ കാരണം? ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണ്. ചോദിക്കട്ടെ, കൊടകര കുഴൽപ്പണ കേസ് എത്ര കോടിയുണ്ട് കോടതിയിൽ? അത് കേസാക്കാൻ വേണ്ടി EDക്ക് കത്ത് കൊടുത്തിട്ട് എന്താ ED പിടിക്കാത്തത്? ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി എന്താ പറഞ്ഞത്? ഒരു CS വേറെ ഇന്നലെ ആരെയോ കൊലപ്പെടുത്തിയിട്ടുണ്ട്, CRPF ഉദ്യോഗസ്ഥന്മാർ. അത് ഇതുമായിട്ട് എന്നാ ബന്ധം? ഇന്ത്യ രാജ്യത്ത് BJPയുടെ കൊള്ളയാണിത്. BJP നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കൊള്ളയാണ്. ആ കൊള്ള നടപ്പാക്കിയപ്പോൾ കുറെ ഉദ്യോഗസ്ഥന്മാരും കൊള്ളക്കിറങ്ങി. ഇന്ന് BJP കേരളത്തിൽ ഫണ്ട് പിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? BJP കേരളത്തിൽ ഫണ്ട് പിരിക്കുന്നത് ഇതുപോലെയാണ്. കേരളത്തിലെ BJP 28 ജില്ലാ കമ്മിറ്റികളാക്കിയിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റിക്കും രാജീവ് ചന്ദ്രശേഖർ ആഫീസ് നിർമ്മിക്കാൻ പോവാണ്. എവിടുന്നാ കാശ്? ED ഉണ്ടാക്കി കൊടുക്കും. ED നോട്ടീസ് അയക്കും, വരുന്നവരോട് പറയും BJP ആഫീസ് കൊണ്ട് പണം അടയ്ക്കാൻ. ഈ പരിപാടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അധികകാലം കേരളത്തിൽ നിങ്ങൾക്ക് ഈ കച്ചവടം നടത്താൻ പറ്റില്ല. കേരള സർക്കാർ കേരളത്തിലെ BJPയുമായി എത്രത്തോളം കടുത്ത പോരാട്ടത്തിലാണ് തെളിയിച്ചിരിക്കുന്നു. ഇതോടുകൂടി മുഖം നഷ്ടപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കാണ്, കേരളത്തിലെ മുസ്ലിം ലീഗിനാണ്. ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞ വീരന്മാർക്കാണ് മുഖം നഷ്ടപ്പെട്ടത്. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും ആ മുഖം നഷ്ടപ്പെട്ടത്. കേരളത്തിലെ മാധ്യമങ്ങൾ ED കേരളത്തിൽ കൊടുത്ത വ്യാജ വാർത്തകൾ, ആ വ്യാജ വാർത്തകൾ വെച്ചിട്ട് എന്താ വ്യാജ വാർത്ത? സ്വർണ്ണക്കടത്തിലെ കേസിലെ പ്രതിക്ക് മുഖ്യമന്ത്രിയുടെ ആഫീസിൽ വലിയ സ്വാധീനം. എന്തു സ്വാധീനമാ? ED കൊടുത്ത വാർത്തയാണ്. ED ഇട്ട് കൊടുത്ത വാർത്ത വെച്ചിട്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ 4-5 കൊല്ലക്കാലം ഇട്ട് കടുക് വറക്കാൻ നിൽക്കുന്ന തെമ്മാടിക്കൂട്ടാണ് ED. ആ തെമ്മാടിക്കൂട്ടത്തിന് കൂട്ടുന്ന ഈ നാട്ടിലെ മാധ്യമങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെയും കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും EDയുടെയും നരേന്ദ്രമോദിയുടെയും നിർമ്മലാ സീതാരാമന്റെയും മുഖത്ത് കിട്ടിയ അടിയാണിത്. കേരളത്തിൽ നിയമവാഴ്ചയുള്ള സംസ്ഥാനമാണെന്ന് കേന്ദ്രത്തിലെ EDയെ പഠിപ്പിച്ചിരിക്കുന്നു ഈ നടപടിയിലൂടെ. അതാണ് തെളിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇവിടെ വരാം. പ്രൊഫസർ റോണി കെ ബേബി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനിൽകുമാർ ഏറ്റവും അവസാന ഘട്ടത്തിലായി പറയുന്നത്. നോക്കൂ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസ്താവന കാണുന്നു EDയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച്. ഇത് തന്നെയായിരുന്നല്ലോ കേരളത്തിലെ CPM നേതാക്കളൊക്കെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ചോദിക്കും, കോൺഗ്രസിനും ആ നിലപാടായിരുന്നല്ലോ എന്ന്. കോൺഗ്രസിന് EDയുടെ കാര്യത്തിൽ സംസ്ഥാന തലത്തിൽ ഒരു നിലപാടും ദേശീയ തലത്തിൽ മറ്റൊരു നിലപാടുമായിരുന്നു. അങ്ങനെ തരാതരം പോലെ CPMനെതിരായിട്ടുള്ള കേസുകളിൽ EDക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച കോൺഗ്രസ്, കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ എവിടെ നിൽക്കുന്നു? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തല്, പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേല് തന്നെ വിളവ് തിന്നുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണുക. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ഉണ്ടാകുന്ന ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഒരുപാട് തവണ ഇതിനു മുൻപ് ഈ ഒരു കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം 32ഓളം അഴിമതി കേസുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിവിധ കോടതികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. പക്ഷെ നമുക്ക് ഇതിനെ ഈ EDയെ അത് അടച്ചാക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ മുൻപ് അനിൽകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ, അല്ലെ ജുഡീഷ്യറിയിലെ 1-2 ഓഫീസർമാര് അല്ലെങ്കിൽ ജഡ്ജിമാര് അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോടതികളെ മുഴുവൻ നമ്മൾ അടച്ചാക്ഷേപിക്കാറില്ല. പക്ഷെ നമുക്കറിയാം
പക്ഷേ എന്ന് പറയുന്നത് റോണികെ ബേബി ഇതാ കോൺഗ്രസിന്റെയും BJP-യുടെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ, അവിടെയാണ് പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ പണം കൊടുത്താൽ എങ്ങനെയും അറിയാവുന്ന ഒരു ഏജൻസിയാണ് ഇത് എന്നുള്ളതാണല്ലോ ഈ കേസുകളിലൊക്കെയും. ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ 32ഓളം കേസുകളിലൊക്കെയും വെളിവാകുന്നത്. കേരളത്തിലും സമാനമായ സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാകില്ലേ എല്ലാ കേസുകളിലും ഇഡിയുടെ ഇടപെടലിൽ ഉണ്ടായത് എന്നുള്ളതാണ്. കാരണം അത്തരം കേസുകളിൽ കോടതി പോലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ. ആ അന്വേഷണ ഏജൻസിയാണ് കോൺഗ്രസ് പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ചത്. നമ്മൾ ഒരിക്കലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ന്യായീകരിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ഡീൽ ചെയ്യപ്പെടുന്ന രണ്ട് തരത്തിലുള്ള കേസുകളുണ്ട്. നമുക്കറിയാം, ഒന്ന് എന്ന് പറയുന്നത് സ്വകാര്യ വ്യക്തികൾ. ഇപ്പോൾ ഇവിടെ കൊല്ലത്തുള്ള ഒരു കശുവണ്ടി മുതലാളി പ്രതിയായിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ, ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഉൾപ്പെടെ ഉയർത്തുന്ന ആരോപണം എന്ന് പറയുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള കേസുകളില് ED രാഷ്ട്രീയ പാർട്ടികളുടെ ഉപകരണമായി, അല്ലെ അധികാരത്തിലിരിക്കുന്ന BJP-യുടെ ഉപകരണമായി, കേന്ദ്ര സർക്കാരിന്റെ ഉപകരണമായി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പെരുമാറുന്നു എന്നതാണ് നമ്മൾ ഉയർത്തുന്ന ആരോപണം. ശരിയാണ്. പക്ഷേ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കണമെങ്കിൽ ആ സെലക്റ്റീവായ ഇരകൾ കോൺഗ്രസ് നേതാക്കളായിരിക്കണം. അല്ലാത്ത പക്ഷം ED നിങ്ങൾക്ക് വിശുദ്ധരാണ്. അതാണല്ലോ കേരളത്തിലെ എല്ലാ കേസുകളിലും കണ്ടത്. പ്രൊഫസർ റോണികെ ബേബി, നമ്മള് ED ഒരു കേസ് അന്വേഷിച്ച് രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ കോടതിയിൽ FIR സമർപ്പിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാളും ആ കേസിൽ പ്രതിയാകുന്നില്ല. പക്ഷെ നമ്മൾ തുടർന്നുള്ള കോടതിയുടെ നടപടികൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അന്തിമമായി ഒരാളെ കോടതി ശിക്ഷിക്കണം വരെ നിരപരാധിയാണ് നിയമത്തിന് മുമ്പിൽ. കാരണം അതാണല്ലോ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ നിയമവാഴ്ചയുടെ സത്ത എന്ന് പറയുന്നത് അതാണല്ലോ. നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ED അന്വേഷിക്കുന്നതോ ED രജിസ്റ്റർ ചെയ്തതോ ED FIR സമർപ്പിച്ചതോ ആയ കാര്യങ്ങളല്ല, മറിച്ച് കോടതി എന്ന് പറയുന്നു. അവിടെയാണ് ഈ രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ പ്രതികളായിട്ടുള്ള കേസുകളിലെ കൺവിക്റ്റഡ് റേറ്റ് എന്ന് പറയുന്നത് 10% പോലും താഴെയാണ്. ഞാനും അവിടെ ഒന്ന് ഇടപെടുകയാണ്. പക്ഷേ കേരളത്തിൽ കോടതി എന്തു പറയുന്നു എന്ന് പറയാൻ ഇതുവരെ കാത്തു നിന്നിട്ടില്ല ഒരു പ്രതിപക്ഷ നേതാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. M ജയചന്ദ്രൻ സംസ്ഥാന സർക്കാരിനെതിരെ CPIM-നെതിരെ വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുക, അത് ചില മാധ്യമ പ്രവർത്തകരെ മാത്രം ചേർത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ പ്രചരിപ്പിച്ച് ഇങ്ങനെ വാർത്താ തലക്കെട്ടുകളാക്കി ആഘോഷിക്കുക, അങ്ങനെ ഒരു അന്വേഷണ സംവിധാനമാണ്. താങ്കൾ അതിനെതിരെ വലിയ വിമർശനങ്ങൾ പല ചർച്ചകളിലായി ഉന്നയിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. ഇപ്പോൾ ഇതാ നോക്കൂ, കുറുന്തോട്ടിക്കും വാദം എന്ന് പറയുന്നത് പോലെ വലിയൊരു അഴിമതി കഥയുടെ ചൂടിൽ രണ്ടുപേർ മാത്രം ഇപ്പോൾ തുറന്നു പറഞ്ഞു. എത്രയോ പേർ പേടിച്ച് മിണ്ടാതിരിക്കുന്നുണ്ടാകണം. കാരണം ED എന്ന് പറഞ്ഞാൽ BJP-യും കേന്ദ്ര സർക്കാരുമാണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇനിയും വരും ഒരു പക്ഷേ ഇത്തരം കഥകൾ. ED-യുടെ വിശ്വാസ്യത പൂർണ്ണമായും തകരുകയാണോ? ED-യുടെ വിശ്വാസ്യത അങ്ങനെ ഒന്ന് ഇല്ല എന്നുള്ളത് എത്രയോ കാലം മുമ്പ് തന്നെ ജനമനസ്സിൽ സ്ഥാപിക്കപ്പെട്ട കാര്യമാണ് അസിത. അതിലൊരു തർക്കവുമില്ല. പിന്നെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ED-ക്കെതിരെ, ED-യുടെ ഈ ജനവിരുദ്ധമായ നിലപാടുകൾക്കും നടപടികൾക്കുമെതിരെ, ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ ഒക്കെ ഒരുപാട് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന കേരളവുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ മുൻപ് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്, അപ്പുറത്തുള്ള തെലുങ്കാന, അതിൻ്റെ അപ്പുറത്ത് ബംഗാൾ, പിന്നെ മഹാരാഷ്ട്ര, ഡൽഹി, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഇങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ ED-യുമായി ബന്ധപ്പെട്ട, പിന്നെ താങ്കൾ തന്നെ സൂചിപ്പിച്ചല്ലോ തുടക്കത്തിൽ നിരവധി ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളടക്കം, ആ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള തിന്മകൾ ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് നടപ്പാക്കിക്കുകയാണ് എന്നുള്ളതിൻ്റെ പേരിൽ തന്നെയാണ്. ആരാണ് നടപ്പാക്കിക്കുന്നത്? ഇവരുടെ ബോസസ് ആരൊക്കെയാണോ ബോസുമാരായിട്ടുള്ളത്, ആ ബോസുമാരായിട്ടുള്ള മേധാവികളായിട്ടുള്ള ആൾക്കാരാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എത്രയൊക്കെ കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കൈയെഴുതാൻ ശ്രമിക്കുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന് കാര്യങ്ങളെല്ലാം വിട്ടുകൊടുക്കുന്നതിന് സമമായിരിക്കും. അങ്ങനെയല്ല നടക്കുന്നത്. ഇന്ത്യയിൽ ജനാധിപത്യമാണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കീഴിലാണ് മറ്റ് ഘടകങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ മേധാവിത്വപരമായ തീരുമാനങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് പറയണമെങ്കിൽ, അത് കണ്ണുമൂട്ടി വിശ്വസിക്കണമെങ്കിൽ രാഷ്ട്രീയ അന്ധത കൂടെ വേണം. ഇപ്പോൾ ഇവിടെ ശ്രീ റോണികെ ബേബിയും പിന്നെ ഷാജി രാഘവനും ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഷാജി രാഘവൻ്റെ കാര്യത്തിലേക്ക് പിന്നെ വരാം. പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം, ED-യുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സുപ്രധാനമായ സംഭവവികാസമായിരുന്നല്ലോ നാഷണൽ ഹെറാൾഡ് കേസ്. CPIM-ഉം DMK-യും പരസ്യമായിട്ടാണ് രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനായിട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന നാടകവും നടപടിയുമാണ് ഇത് എന്ന് പരസ്യമായ നിലപാട് സ്വീകരിച്ചവരാണ്.
അങ്ങനെയാണ് ആ കേസ് ഇപ്പോൾ പിന്നെ വിവിധ കോടതി, ഇപ്പോൾ റൗസ് അവന്യൂ കോടതിയിലാണ് ഡൽഹിയിൽ നിൽക്കുന്നത്. അതിരിക്കട്ടെ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അപ്പോഴും ഇവിടെ എന്തെങ്കിലും ചെയ്താൽ അത് സർക്കാരിനെതിരെയാണെങ്കിൽ, പിണറായി വിജയനെതിരെയാണെങ്കിൽ, CPM-നെതിരെയാണെങ്കിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെയാണെങ്കിൽ ഓക്കെ ആ ഒരു നിലപാടിലേക്ക് ഇപ്പോഴും അവിടുന്ന് മാറാനായിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ റോണി കെ ബേബിക്ക് കഴിയാത്തത് എന്നത് ആശ്ചര്യപ്പെടുക മാത്രമേ മാർഗമുള്ളൂ. കാരണം എല്ലാ വസ്തുതകളും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത്രയും പണം വാങ്ങിച്ചെടുത്തിട്ട് ഈ പണം വാങ്ങിച്ചെടുക്കുക മാത്രമാണോ ചെയ്തത്? പിന്നെ മുമ്പേ പറഞ്ഞല്ലോ, ഷാജി രാഘവൻ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കേസുണ്ടല്ലോ, ശിവശങ്കറിൻ്റെ കാര്യം. ശിവശങ്കറിൻ്റെ പുസ്തകം ഇറങ്ങിയല്ലോ, അശ്വത്ഥാമാവ് വെറും ഒരു ആനയല്ല എന്ന് പറഞ്ഞ്. ആ പുസ്തകത്തിൽ ഒരു കാര്യം സുവ്യക്തമായി ED-ക്കെതിരെ പറയുന്നുണ്ട്. ED-ക്കെതിരെ മാത്രമല്ല, അന്വേഷണ ഏജൻസികൾക്കെല്ലാം എതിരെയുണ്ട്. അവർ പലവട്ടം ആവർത്തിച്ച് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിനോട്. എന്താണ് ആവശ്യപ്പെടുന്നത്? നിങ്ങൾ ഇന്നയാൾക്കെതിരെ, ഞാൻ ആ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട്, ഇന്നയാൾക്കെതിരെ മൊഴി തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ വെറുതെ വിടാമെന്ന്. ആരാണ് പറയുന്നത്? ED-യുടെ ഉദ്യോഗസ്ഥർ പറയുകയാണ് ശിവശങ്കറോട്. സാധ്യമല്ല, എനിക്കറിയാവുന്ന സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയൂ, അതാണ് എൻ്റെ നിലപാട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് ആ മനുഷ്യന് 100-ൽ പരം ദിവസങ്ങളിൽ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ളത് ആ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയുടെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും കോടതിയിൽ അപകീർത്തികരമാണ് ഈ കേസ്, അല്ല ഈ പരാമർശം എന്ന് പറഞ്ഞ കേസ് എന്തേ കൊടുക്കാതിരുന്നത്? എന്തേ പിന്നെ പിണറായി വിജയനെയും CPM-നെയും പിന്നെ നഖം തൊട്ട് തലമുടി വരെ നിരന്തരം എതിർത്തുകൊണ്ടിരിക്കുന്ന BJP-യും അവർക്ക് പിന്നെ കൈകൊട്ടി കൊടുക്കുന്ന കോൺഗ്രസും UDF-ഉം എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശിവശങ്കർ പറഞ്ഞിട്ട് കേസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചില്ല? അപ്പോൾ അവിടെ തന്നെ സ്പഷ്ടമായി. ആ പുസ്തകത്തിൽ ശിവശങ്കർ കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി ഇത് വായിച്ച എല്ലാവർക്കും മനസ്സിലായി ഇവരുടെ കളി എന്താണെന്നുള്ളത്. അത് എവിടെ നിന്നാണ് ആ നിർദ്ദേശങ്ങൾ വരുന്നതെന്നുള്ളതും വ്യക്തമായി. മറ്റൊരു സംഗതിയാണല്ലോ കരുവന്നൂരിൽ കണ്ടത് മാധ്യമപ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതിൽ കൈരളിയെയും ദേശാഭിമാനിയെയും ജനയുഗത്തിനെയും മാത്രം ഒഴിച്ചു നിർത്തുക, എന്നിട്ട് ബാക്കിയുള്ളവർക്ക് വാർത്ത ഫീഡ് ചെയ്ത് കൊടുക്കുക. ആ വാർത്ത ഇന്ന് വാർത്ത ഫീഡ് ചെയ്താൽ ചാനലുകൾ ചർച്ച ചെയ്യും, നാളെ ആ വാർത്ത പിന്നെ പ്രിന്റ് മീഡിയ ദിനപത്രങ്ങളിലേക്ക് വരും. അങ്ങനെ എത്ര കാലമിട്ട് ഓടിച്ചു. എന്നിട്ട് എന്തായി? എന്നിട്ട് എവിടെയെങ്കിലും ആ കേസ് നിന്നോ? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നുമില്ലല്ലോ. കുഴപ്പണ കേസിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ആദ്യം പിന്നെ നിസ്സാര തുകയായിരുന്നല്ലോ. കഴിഞ്ഞ വർഷം ഏപ്രിൽ 3-ന് നടന്ന 2021 ഏപ്രിൽ 3-ന് നടന്ന സംഭവത്തിൽ ഏപ്രിൽ 6-നായിരുന്നു പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് കഴിഞ്ഞ് ഏപ്രിൽ 7-നാണ് പരാതി കൊടുക്കുന്നത്. എത്ര രൂപയ്ക്ക്? 25 ലക്ഷം രൂപ കാണാൻ പോയി. 25 ലക്ഷം പിന്നെ 3 കോടിയായി, 3 കോടി പിന്നെ 9 കോടിയായി, 9 കോടി പിന്നെ 40 കോടിയായി, 40 കോടി പിന്നെ 41.5 കോടിയായി. ആയില്ലേ? ഒടുവിൽ വന്നപ്പോഴോ തെളിവില്ലാതെ പറഞ്ഞ് ED പിന്നെ റിപ്പോർട്ടും കൊടുത്തു. ഇത്ര മഹത്തരമായ സേവനങ്ങൾ നടത്തുന്ന ഒന്നാന്തരം ഏജൻസിയാണ് ED. ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നു. ശ്രീ ഷാജി രാഘവൻ, നോക്കൂ, അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. ഇപ്പോൾ ഞാൻ ചില ഉദ്യോഗസ്ഥരുടെ പേരുകളടക്കം ഞാൻ വായിച്ചു. ഒരുപക്ഷേ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള എല്ലാ കേസുകളും പറഞ്ഞാൽ ഈ 1 മണിക്കൂർ പോരാതെ വരും. അതായത് താങ്കൾ പറഞ്ഞ ചില ഉദ്യോഗസ്ഥരുടെ മാത്രം ഇടപെടലാണ് എന്നുള്ള വാദം അവിടെ പൊളിയുകയാണ്. ഇനിയിപ്പോൾ നോക്കൂ, കേരളവുമായി ബന്ധപ്പെട്ട, കൊച്ചിയുമായി ബന്ധപ്പെട്ട കേസിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ ഇടനിലക്കാർ, ഇപ്പോൾ അറസ്റ്റിലായ മുകേഷ് എന്ന ആളെ പലതവണ ED-യുടെ ഓഫീസിൽ കണ്ടു എന്നുള്ളതാണ് പരാതിക്കാർ പറയുന്നത്. അങ്ങനെ ഇടനിലക്കാർക്ക് കയറി ഇറങ്ങാൻ മട്ടിൽ പാകത്തിലുള്ളൊരു ഓഫീസായി ED-യുടെ, ഒരു പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയുടെ ഓഫീസ് മാറുകയാണ്. അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ പ്രതികൾ എന്ന് അവർ ആരോപിക്കുന്നവർക്കെതിരെ സമൻസ് അയക്കുന്ന മാത്രയിൽ തന്നെ ഈ ഇടനിലക്കാർ ഇവരെ സമീപിച്ച് ഒത്തുതീർപ്പുണ്ടാക്കാനുള്ള ഡീൽ ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടി അല്ലാതെ ഇതൊക്കെ എങ്ങനെ നടക്കും? ശ്രീ ഷാജി രാഘവൻ. നോക്കൂ, ഞാൻ തുടക്കത്തിലെ തന്നെ പറഞ്ഞു, കൊച്ചിയിലെ ഈ കേസിൽ വിജിലൻസ് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നവരാണ്. അതിനകത്തൊരു സംശയം വേണ്ടെന്നേ. എൻ്റെ ചോദ്യം, താങ്കൾ കുറേ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞതുപോലെ ശ്രീമാൻ അജിത് കുമാർ DGP, ADGP, ശ്രീ ശിവശങ്കരൻ, ഏറ്റവും അവസാനം ശ്രീ KM അബ്രഹാം, ഇവരെല്ലാം
ഇന്നറിയാം നമുക്ക് കേരളത്തിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ജയചന്ദ്ര സാറൊക്കെ ശിവശങ്കരൻ എന്തോ എല്ലാ കേസും കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക അഗ്നിശുദ്ധി വരുത്തി പുറത്ത് വന്ന് നിൽക്കുന്ന ശിവശങ്കരനെ പോലെ അദ്ദേഹം എഴുതിയ ബുക്കിനെയൊക്കെ അദ്ദേഹം കോട്ട് ചെയ്തു. അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഈ തരത്തിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അഴിമതി കാണിച്ചു എന്ന് കേരളത്തിന് ബോധ്യമുള്ള ഒരു കട്ട അല്ലല്ല നിങ്ങൾ ചോദിക്കാൻ വരട്ടെ അത് സമ്മതിക്കില്ല. നിങ്ങൾ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഈ അത് സമ്മതിക്കില്ല. നിങ്ങൾ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചെങ്കിൽ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കണമെങ്കിൽ സമ്മതിക്കില്ല. ആരോപണത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ രാജ്യത്തെയും കേരളത്തിലെയും മുഴുവൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ഈ മുഴുവൻ സിവിൽ സർവീസും സംവിധാനം അഴിമതിയാണ് എന്ന് പറയാൻ വേണ്ടി ഏത് നിലയിലും കേസ് ഒതുക്കി തീർക്കാൻ കഴിയുന്നവരാണ് എന്ന് പറയുന്നതിനാണ് മുൻപ് പറഞ്ഞതുപോലെ ഇവിടെ കുറുന്തോട്ടിക്ക് വാദം വന്നാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? സാധാരണക്കാരൻ. നിങ്ങൾ ഈ കുറുന്തോട്ടിയുടെ വാദമൊക്കെ ഞാൻ പറയാവുന്നേ. നിങ്ങൾ എനിക്കൊരു അവസരം തരുന്നേ. നിങ്ങൾ ഇടപെടാനാണ് ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ പ്ലീസ്. സുഹൃത്തെ, ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ അഴിമതികൾ അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി ഇങ്ങനെ പണം വാങ്ങി എവിടേക്കും സുഹൃത്തെ, ഞാൻ ചോദിച്ചുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം അഴിമതി കേസുകൾ അന്വേഷിക്കാൻ ബാധ്യതയുള്ള അവകാശമുള്ള ഏജൻസിയാണല്ലോ ഇത്. അപ്പോൾ ഈ ഏജൻസിയുടെ പ്രവർത്തനം ഈ മട്ടിലാണെന്നേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഏജൻസികളുടെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുക? അത്രയേ ഉള്ളൂ ചോദ്യം. അല്ല, എന്റെ മറുപടി കൃത്യമായിരുന്നല്ലോ. എന്റെ ചോദ്യം, ഒരു സംവിധാനത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി കാണിച്ച് അയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ആ സംവിധാനം മുഴുവൻ മോശമാണ് എന്ന് പറയുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു എന്റെ ചോദ്യം. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, സർവീസിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളിലുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുക, അവരെ സർവീസിൽ നിന്ന് പുറത്താക്കുക. അത് ഏത് ഏജൻസി ആയിക്കോട്ടെ, അതിനെ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. എനിക്കൊരു 10 മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് എങ്കിലും തരൂ പ്ലീസ്. ഞാനും ചോദിച്ചിട്ട്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംവിധാനം എന്താ. 5 വർഷം കൂടുമ്പോൾ ഗവൺമെൻറ്റുകളെ സ്ക്രൂട്ടണി ചെയ്യാനും അവരുടെ റഫറൻഡം എടുക്കാനും ഹിതപരിശോധന നടത്താനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ നമ്മുടെ സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള നമ്മുടെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് അതൊരു തുടർച്ചയാണ്. അതിലൊരു വലിയ വിഭാഗം അഴിമതിക്കാരുണ്ട്. അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇപ്പോഴെന്താ കേരളത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ ചാനലിൽ ഉൾപ്പെടെയുള്ള ചർച്ചയിലെ ഒരു കാതൽ എന്താണ് ശരിക്കും? ഈ വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു ഏജൻസിയെ അവരുടെ ക്രെഡിബിലിറ്റിക്കെതിരെയും അതേപോലെ തന്നെ അവരുടെ മൊറയിൽ തകർക്കുന്ന രീതിയിലൊരു ചർച്ച പോകുന്നു. അതിന് കേരളത്തിൽ ഇപ്പോൾ എന്താ സാഹചര്യം വല്ലതും ഉണ്ടോ? ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഈ ചർച്ച ഈ തരത്തിൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ആംഗിളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആ ആംഗിൾ എന്താ? കേരളത്തിൽ ഏറ്റവും അവസാനം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കേസ് നിങ്ങൾ പലരും പറയുമ്പോൾ അവരൊക്കെ തന്നെ അഗ്നിശുദ്ധി വരുത്തി കേരളത്തിൻ്റെ പൊതുമധ്യത്തിൽ നിൽക്കുന്നു എന്നൊന്നും ആരും പറയണ്ട. അത് KM എബ്രഹാം ആയാലും ശിവശങ്കരനായാലും അജിത് കുമാർ ആയാലും ഒക്കെ തന്നെ, അവരൊക്കെ തന്നെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ അന്വേഷണത്തിൻ്റെ പരിധിയിലും അന്വേഷണങ്ങളും കോടതിയിലും ഒക്കെ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും അവസാനം ഒരു കേരളത്തിലൊരു കേസുണ്ടല്ലോ. ആ കേസ് എന്താ? മുഖ്യമന്ത്രിയുടെ മകള് പോലും ഒരു കേസിൽ പെട്ടിരിക്കുന്നു. എന്താ കേസ്? ആ കേസ് നമുക്കറിയാം, SFIയുടെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ കോർപ്പറേറ്റ് ഫ്രോഡ് നടന്നിട്ടുണ്ട്, മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്. നമുക്കറിയാം അതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് EDയുടെ അന്വേഷണമാണ്. ഇതൊരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ഈ ചർച്ച ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. കേരളത്തിൻ്റെ മുമ്പിൽ EDയുടെ മുറയിൽ തകർക്കാനുള്ള മനഃപൂർവമായ പരിശ്രമം, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉദ്യോഗസ്ഥൻ നടത്തിയ അഴിമതിയെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അയക്കെതിരെ നടപടി എടുക്കണമെന്നും അതിശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടും ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ വരുത്തിയ വിന, അയാൾ നടത്തിയ അഴിമതി,
അതെങ്ങനെയാണ് മുഴുവൻ സംവിധാനത്തെ നിങ്ങൾക്ക് അതിനെതിരെ ആരോപിക്കാൻ വേണ്ടി സാധിക്കുന്നത്? അപ്പോൾ വളരെ മനഃപൂർവ്വമായ സംവിധാനത്തെ മുഴുവൻ ഒരു 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 പ്രത്യേക തലത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ മുറയിൽ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു മൂവ്മെൻറ്റ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് വരാൻ പോകുന്നൊരു വലിയ അന്വേഷണമുണ്ട്. അതിനകത്തൊരു സംശയവും വേണ്ട. കാരണം ആ കേസ് ഇപ്പോൾ തൽക്കാലം മാത്രമേ സ്റ്റേ ആയിട്ടുള്ളൂ. ആ സ്റ്റേ ഒക്കെ മാറി അന്വേഷണത്തിലേക്ക് വരും. അപ്പോൾ ഇതൊരു മുൻകൂർ തയ്യാറെടുപ്പാണ്, ഒരു ജാമ്യം എടുക്കലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇവിടെ പലരും ഇ ഡിയെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ബോധ്യമുണ്ടെന്നേ. ഇ ഡിയുടെ സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ എനിക്കിപ്പം ശിവശങ്കർ സാർ അല്ല നമ്മുടെ ജയചന്ദ്രൻ സാർ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, രാഹുൽ ഗാന്ധിക്കെതിരെ ഗാന്ധിക്കെതിരെയും അവരുടെ നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നു, ഇ ഡിയുടെ കേസ്. അദ്ദേഹം പറയുന്നത് CPM അനുകൂല നിലപാടെടുത്തത് ശരിയാണ്. ആര്? യെച്ചൂരിയുടെ സമയത്ത് എടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന നാഷണൽ സെക്രട്ടറി കാരാട്ടിൻ്റെ നിലപാടതായിരുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ പോലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ ആ തരത്തിലുള്ള അന്വേഷണം നടത്തുന്നതിനോട് യോജിച്ച് നിൽക്കുന്നവരാ. ഇന്ത്യ മുന്നണിയിലെ ഞാൻ ചോദിച്ചിട്ട് ഇന്ത്യ മുന്നണിയിലെ ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം വന്നപ്പോൾ എന്തായിരുന്നു നിലപാട്? കോൺഗ്രസ് അല്ലേ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇ ഡി നല്ലതാണ്. അപ്പോൾ തരാതരം വരുമ്പോൾ ഇ ഡി നല്ലതാവുന്നു. അല്ലെങ്കിൽ സ്വന്തം തടിക്ക് തട്ടുന്ന സമയത്ത് മാത്രമേ ഇ ഡി മോശക്കാരനാണ്. ഇതല്ലേ നമ്മൾ കാണുന്നത്. അപ്പം നാഷണൽ ഹെറാൾഡ് പത്രത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെ ഇ ഡിയുടെ അന്വേഷണം ശരിയാണെന്ന് പറയുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. 2019 ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ CBI അന്വേഷണം ആരാവശ്യപ്പെട്ടത്? ആ CBI കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമല്ലായിരുന്നു. അന്ന് നരേന്ദ്രമോദി അല്ലായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്. അപ്പോൾ ആ കേന്ദ്ര ഏജൻസിയെ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷിക്കുന്നതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് താല്പര്യം, അപ്പോൾ വിശ്വാസമാണ് മോഡിയുടെ ഏജൻസിയെ. രാഹുൽ ഗാന്ധിക്കെതിരെ അന്വേഷണം നടത്തിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരന് അക്കാര്യത്തിൽ വിശ്വാസമാണ് കേന്ദ്ര ഏജൻസിയെ. തിരിച്ച് ഞാൻ ചോദിച്ചോട്ടെ, അതേപോലെ തന്നെ ഡൽഹിയിലെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർക്ക് വിശ്വാസമാണ്. CPM അതിനെ എതിർത്തുന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അവിടെ ഒന്ന് ഇടപെടുന്നു. ശ്രീ ഷാജി രാഘവൻ, താങ്കളുടെ പോയിന്റ് ക്ലിയർ ആയി എന്ന് കരുതുന്നു. പക്ഷെ താങ്കൾ പറഞ്ഞ മാതിരി ഇ ഡിക്കെതിരെ ഇങ്ങനെയൊരു ഇമേജ് ഉണ്ടാക്കുന്നു എന്നൊക്കെ താങ്കൾ പറഞ്ഞല്ലോ. ഇ ഡിയുടെ അന്വേഷണങ്ങൾക്കെതിരെ ഓരോ കേസിലും വളരെ നിശ്ചിതമായ വിമർശനം ഉന്നയിച്ചതിൽ കേരള ഹൈക്കോടതി മുതൽ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വരെ ഉണ്ട് എന്നതുകൂടി ഓർക്കുക ശ്രീ ഷാജി രാഘവൻ. അനിൽകുമാർ, താങ്കളോടാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ചില നേതാക്കൾക്കെതിരെ അന്വേഷണം വരുമ്പോൾ ഇ ഡിയും കേന്ദ്ര ഏജൻസികളും വിശുദ്ധമാകുകയും മറിച്ചാകുമ്പോൾ കുഴപ്പക്കാരാകുകയും ചെയ്യുന്ന നിലപാട് CPIM സ്വീകരിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ ആരോപണം. ഒന്ന്. രണ്ടാമതായി അദ്ദേഹം ആവർത്തിക്കുന്നത് എന്താണ്? ചില ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാണ്, ആ സംവിധാനത്തെ ആകെ ഇങ്ങനെ കരിനിഴലിൽ നിർത്താൻ സാധിക്കില്ല. അതാണോ ഇ ഡിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്? നയതന്ത്ര ചാനലിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയപ്പോൾ കള്ളക്കടത്ത് സ്വർണം ദുബൈയിൽ നിന്ന് കേരളത്തിലേക്ക് അയച്ചു കൊടുത്ത ആൾ ഫൈസൽ ഫരീദാണ്. അയാളെ പിടിക്കാത്തത് അഭിമാനകരമായ ഇ ഡിയുടെ നടപടിയാണോ? അയാളെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് ഇ ഡിയുടെ മനോവികാരം തകർക്കുന്ന കാര്യമാണോ? ആ കള്ളസ്വർണം വ്യാജമായി ദുബൈ വിമാനത്താവളം വഴി വരുമ്പോൾ ദുബൈ വിമാന കമ്പനിയാണ് അതിൻ്റെ ഉത്തരവാദി. ആ ദുബൈ വിമാന കമ്പനിയായ എമിറേറ്റ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ അതിൽ പ്രതിപട്ടിക ചേർത്ത് പിടിക്കാത്തത് ഇ ഡി അഭിമാനകരമായ നടപടിയാണോ സ്വീകരിക്കുന്നത്? ആ സ്വർണം ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് കൈപ്പറ്റുന്നത് കോൺസുലേറ്റ് ജനറൽ അടക്കമുള്ള ദുബൈ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ്. അവരെ പിടിക്കാത്തത് അഭിമാനകരമായ നടപടിയാണോ? ഖുർആൻ്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് കള്ളപ്രചരണം നടത്തിയ ഇ ഡി ഒരു ഇഞ്ച് എന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തിയോ? ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് കള്ളപ്രചരിപ്പിച്ച ഇ ഡി എന്തെങ്കിലും കണ്ടെത്തിയോ? നിങ്ങളുടെ തന്നെ വക്കീലല്ലേ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തിയെന്ന് പ്രചരിപ്പിച്ചത്? കൊടകര കുഴൽപ്പണ കേസിലെ ആ കുഴൽപ്പണം കൊണ്ടുവന്ന ധർമ്മരാജനെ മൂലയ്ക്ക് ചാരിയിട്ട് കേരള പോലീസ് തത്ത പറയുന്ന പോലെ പറയിപ്പിച്ചിട്ട് 1,37,00,000 രൂപ ആ കോടതി കൊണ്ട് ഹാജരാക്കിയിട്ടുണ്ട്. ആ പണം എവിടുന്നെന്ന് അന്വേഷിക്കാൻ തൻ്റെ ഇടമുണ്ടോ കേരളത്തിലെ ഇ ഡിക്ക്? അത് അന്വേഷിക്കാത്തത് ഇ ഡിക്ക് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണോ? ഇനി വേറെ ഏതോ കേസ് വരുന്നു എന്നാണ് പറഞ്ഞത്. അത് കൈവച്ചാൽ മതി. ഒന്ന്, ഇ ഡിക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കേസ് കള്ളപ്പണ കേസാണ്. അക്കൗണ്ടിലൂടെ പണം വരുന്ന കേസ് ഇ ഡിക്ക് അന്വേഷിക്കാനാവില്ല. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ഇതേവരെ ഉയർന്ന ആക്ഷേപം എന്ന് പറയുന്നത് അക്കൗണ്ടിലൂടെ കൈമാറിയ പണവുമായി ബന്ധപ്പെട്ട് ഒരു കരാറുണ്ടായിരുന്നു. കരാറിൽ സേവന കരാറായിരുന്നു. 2 കമ്പനികൾ തമ്മിലുള്ള കരാറാണ്. ആ കമ്പനിയുടെ മുതലാളി ഞങ്ങൾക്ക് സേവനം കിട്ടിയെന്ന് എഴുതി കൊടുത്തു. സേവനം കിട്ടുന്നൊരു കമ്പനിയുടെ മുതലാളി ബി ജെ പിക്ക് സന്തോഷകരമല്ലാത്ത വിധം എഴുതി കൊടുത്ത കുറ്റത്തിന് അയാളെ പ്രതിയാക്കി കോടതി നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹമാണ് കോടതിയിൽ പോയിരിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേയുടെ കാര്യം പറഞ്ഞല്ലോ. സ്റ്റേ ആരാ വാങ്ങിച്ചത്?
എനിക്ക് മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ച് പരാതിയില്ല, സേവനം കിട്ടിയെന്ന് അവിടെ എഴുതി കൊടുത്ത മനുഷ്യനെ പ്രതിയാക്കി ED പ്രതിയാക്കാൻ പോകുക എന്നാണോ പറഞ്ഞത്? നിങ്ങൾ ഏത് ലോകത്തെ EDയെ കുറിച്ചാണ് പറയണത്? ആ EDയെ ഇന്ത്യ രാജ്യത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തെങ്കിലും വിലയുള്ളവരാണോ? 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയ ഒരു BJPയും കോൺഗ്രസും അടക്കമുള്ള ഒരു കൂട്ടരിവിടെയുണ്ട്. ED എത്രയോ സ്ഥലത്ത് വേട്ടയാടൽ നടത്തി. അവിടുന്നല്ലേ നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചത്? അത് മോദി അറിയാതെയാ? ഉദ്യോഗസ്ഥന്മാർ ചില്ലറ കച്ചവടം നടത്തിയതാ. മൊത്ത കച്ചവടക്കാരാ BJPക്കാർ. ഇനി കോൺഗ്രസ്സുകാരെ കുറിച്ച് പറയുമ്പോൾ സോണിയാഗാന്ധിയുടെ കാര്യത്തിലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും ED ഇപ്പോൾ കേസെടുത്തതിൻ്റെ കാര്യം എന്താ അതിൻ്റെ കാരണം? നിങ്ങൾക്ക് വേണ്ടത് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തന്നെ ഇരിക്കണം. നിങ്ങൾക്ക് വേണ്ടത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് സോണിയാഗാന്ധി തന്നെ ഇരിക്കണം. എന്തുകൊണ്ടാണ് ഈ 10 കൊല്ലം താമസിച്ചത്? ഇപ്പം എന്താ കേസുമായിട്ട് വന്നിരിക്കുന്നത്? കാര്യമൊക്കെ വളരെ വ്യക്തമാണ്. കള്ളനും പോലീസും കളിയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ BJP എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ അപ്പുറത്തും ഇപ്പുറത്തും നിർത്താൻ വേണ്ടിയുള്ള തന്ത്രമാണ്. അതിനൊന്നും ഓശാന പാടാൻ ഞങ്ങൾക്ക് നേരെയില്ല. അങ്ങനെ ഓശാന ഞങ്ങൾ പാടുന്നില്ല എന്നുള്ളത് കൊണ്ട് ED ചെയ്ത് ഏതെങ്കിലും കാര്യത്തിന് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന കമ്മട്ടം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ED ചെയ്ത് ഏതെങ്കിലും കാര്യം നല്ലതാണെന്ന് പറയുന്ന കമ്മട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ ഒരു നേതാവും ED ചെയ്ത ഒരു കാര്യവും നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യ രാജ്യത്ത് ഡ്രക്കൂനിയൻ ലോ എന്നാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. സുപ്രീം കോടതി ചർച്ച ചെയ്യാനിരിക്കുകയാണ്. ഈ EDയുടെ വലിയ അധികാരം കൊടുക്കുന്ന നിയമനിർമ്മാണത്തെക്കുറിച്ചും സുപ്രീം കോടതി വിധിയെക്കുറിച്ചും ഒരു ചർച്ചയ്ക്ക് സുപ്രീം കോടതി തീരുമാനമെടുത്ത് അത് ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. EDയുടെ പണി കൂട്ടാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് വലിയാണ്ട് വരാൻ പോകുന്നു. ഒരു ചുക്കും വരാനില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം, ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ കേരളത്തിലെടുത്ത നിലപാട് നമ്പർ 1 അത് വഞ്ചനാപരമാണ്. അത് EDക്ക് വേണ്ടി കുരച്ചു ചാടുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ED ഓഫീസിൽ താമസമല്ലായിരുന്നു അനിൽ അക്കര? അല്ല ശ്രീ അനിൽകുമാർ, BJPയും കോൺഗ്രസും ഒരേ ശബ്ദത്തിൽ പറയുന്നത് ഇത് ചില ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണ്, ഉദ്യോഗസ്ഥരുടെ ഇടപെടലാണ്, അതിനെ ആ സംവിധാനത്തെ മുഴുവൻ ഇരുട്ടിൽ നിർത്തേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണോ ഈ വിഷയത്തെ കാണേണ്ടത്? EDയോട് സുപ്രീം കോടതി പറഞ്ഞു, ഒരു പറ്റുന്ന കേസിൽ നിന്നെ ഞാൻ പിടിച്ച് അകത്തിടും. ഒരു തെളിവുമില്ലാതെ നിങ്ങൾ ആളുകളെ ഇങ്ങനെ ജയിലിലിട്ടുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പേരിൽ നടപടി വരും പറയുന്ന സുപ്രീം കോടതിയാണ്. കേജ്രിവാളിന് ജാമ്യം കൊടുത്തത് എന്തിനാ? EDക്ക് താമ്രപത്രം കൊടുത്താണോ കേജ്രിവാളിൻ്റെ ജാമ്യം? EDയെ മഹത്വപ്പെടുത്തിയതാണോ കേജ്രിവാളിൻ്റെ ജാമ്യം? അല്ല, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന് ജാമ്യം കിട്ടിയത് EDയെ മഹത്വപ്പെടുത്തിയതാണോ? യഥാർത്ഥത്തിൽ ഹേമന്ത് സോറൻ്റെ പേരിൽ 1 ഇഞ്ച് സ്ഥലം പുതുതായിട്ടുണ്ടായിട്ടില്ല. അയാളൊരു മൈതാനം സ്വന്തമാക്കി എന്ന് പറഞ്ഞാണ് ED കൊണ്ട് ജയിലിലിട്ടത്, മുഖ്യമന്ത്രി സ്ഥാനം കളഞ്ഞിട്ട്. എന്താ EDക്ക്? അതുകൊണ്ട് ED എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട അവതാരിക പറഞ്ഞ പോലെ അത് കുറുന്തോട്ടിയല്ല കേട്ടോ. കുറുന്തോട്ടിക്ക് ചില ഗുണങ്ങളുണ്ട്, കഷായം വെക്കാം. ED കുറുന്തോട്ടിയല്ല. അതുകൊണ്ട് കുറുന്തോട്ടിക്ക് വാദമെന്നുള്ള നിങ്ങളുടെ വാദം ഞാൻ തള്ളിക്കളയുകയാണ്. കുറുന്തോട്ടിയല്ല. ഈ നാട്ടിൽ ശവന്നാറിയായ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന, ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന BJP എന്ന് പറയുന്ന പാർട്ടിക്ക് അരുനിൽക്കുന്ന ഏറ്റവും വലിയ തെമ്മാടിക്കൂട്ടമായി ഒരു സംഘത്തെ മാറ്റിയിരിക്കുന്നു. കൂട്ടിലടച്ച തത്തയായിരുന്നു ഈ CBI എന്ന് സുപ്രീം കോടതി പറഞ്ഞെങ്കിൽ ഇന്ന് കൂട്ടിലടച്ച തത്തയല്ല, തെരുവ് നായ്ക്കളെ പോലെ പ്രതിപക്ഷ നേതാക്കന്മാരെ കടിക്കാൻ ഇറക്കി വിട്ടിരിക്കുകയാണ്. ആ ED തന്നെ ചില്ലറയടിക്കാൻ കേരളത്തിലെ 6 മെത്രന്മാരുടെ പേരിൽ അല്ലെങ്കിൽ സഭാപിതാക്കന്മാരുടെ പേരിൽ കേസെടുത്തു. ED കേസെടുത്തു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? പിരിവാണ് പരിപാടി, വിരട്ടലാണ് പരിപാടി. സഭാ നേതാക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ BJPയുടെ കൂടെ നിൽക്കണം, ഇല്ലേ ED ജയിലിലടയ്ക്കും. ഇന്ന് കണ്ടില്ലേ, ചാനലിൽ വന്നിട്ട് കണ്ടില്ലേ, മത നേതാക്കളെ വേട്ടയാടുകയാണ്, ഇവിടുത്തെ ബിസിനസ്സുകാരെ വേട്ടയാടുകയാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ആഫീസിലെ KM എബ്രഹാം 1 വെള്ളി രൂപ അമിത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടില്ല. 2015 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്തിൽ വെച്ച വീട്, വെച്ച ഒരു കെട്ടിടം, ആ കെട്ടിടം എന്ന് പറയുന്നത് സഹോദരന്മാർ കൂടി വെക്കുന്ന കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ മൂല്യം ഉയർന്നതാണ് എന്നും ഇദ്ദേഹത്തിന് അതിൽ ഒരു അവകാശം, ആളോഹരി അവകാശം ഉണ്ടായിപ്പോയി എന്നുമാണ് കുറ്റം. അല്ലാണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കൂടെ വന്ന ശേഷം പിഴച്ചുപോയി എന്നല്ല ആക്ഷേപം. 2, ADGP അജിത് കുമാർ, ഞങ്ങളൊരു ഉദ്യോഗസ്ഥൻ്റെ വക്കാലത്തുള്ളവരല്ല. പക്ഷേ അജിത് കുമാറിൻ്റെ പേരിൽ ഉന്നയിച്ച ആരോപണങ്ങൾ കളവാണ്. അൻവർ പറഞ്ഞ നുണയാണെന്ന് പറഞ്ഞാൽ അൻവറിന് വേണ്ടിയാണോ BJP വാദിക്കുന്നത്? വിമാനത്താവളത്തിൽ കള്ളക്കടത്ത് നടത്താൻ സൗകര്യം കൊടുത്തില്ല എന്ന് പറഞ്ഞ്
ഇവിടെ കോലാഹലം ഉണ്ടാക്കുന്ന അൻവറിന് വേണ്ടിയാണോ BJP വാദിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അജിത് കുമാറിന്റെ കാര്യമൊക്കെ പോയി. നിങ്ങൾ ഏത് ലോകത്താ BJP നേതാവ് ജീവിക്കുന്നത്? കോൺഗ്രസ് പാർട്ടി കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ കളങ്കം എന്താണ്? കൊടകര കുഴൽപ്പണ കേസിൽ പോലും BJPയെ തൊണ്ടി സഹിതം പിടിച്ച കേരള പോലീസിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം കേരളത്തെ വേട്ടയാടാൻ, കേരള സർക്കാരിനെ വേട്ടയാടാൻ, തോമസ് ഐസക് എന്ന് പറയുന്ന ഈ കേരളം കണ്ട ഏറ്റവും നല്ല ധനകാര്യമന്ത്രിയെ വേട്ടയാടാൻ ഈ കോൺഗ്രസ് പാർട്ടിക്ക് മടിയുണ്ടായില്ല. അതുകൊണ്ട് മാപ്പ് കിട്ടില്ല. ഈ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിന് മാപ്പ് കൊടുക്കില്ല, BJPക്ക് മാപ്പ് കൊടുക്കില്ല, ED ഉപയോഗിച്ച കേന്ദ്ര സർക്കാരിന് മാപ്പ് കൊടുക്കില്ല. ഇപ്പൊ ഭീഷണിപ്പെടുത്തുന്നുണ്ടല്ലോ 2 മാസം കഴിഞ്ഞ് എന്തോ വലിയ കേസ് വരുന്നു എന്ന്. ഇതാ നിങ്ങളുടെ ED എന്ന് പറയുന്ന വേട്ട നായ്ക്കൾ അകത്ത് കിടക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഞങ്ങൾ തൻ്റെ ഇടത്തോടെ ഏതാ പറയണത്. ശരി, പ്രൊഫസർ റോണി കെ ബേബി, കൊല്ലം സ്വദേശിയായ മോഡേൺ ഗ്രൂപ്പ് ചെയർമാൻ ജെയിംസ് ജോർജ് ED ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ, പക്ഷെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസിയിൽ നിന്നും നമ്മൾ ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ഇപ്പോഴും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത് ചില ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടക്കുന്ന അഴിമതിയാണ് എന്നിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നത്? നോക്കൂ, 2014 ശേഷം, അതായത് നരേന്ദ്രമോദി സർക്കാർ ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാകും ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന അന്വേഷണ ഏജൻസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുക, അല്ലേ? അതിനുശേഷമാണ് ആ ഏജൻസിക്കെതിരെ ഏറ്റവും കൂടുതൽ കേസുകൾ രാജ്യമെമ്പാടും രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ടാകുക, അല്ലേ? എന്നിട്ടും ഇപ്പോഴും വിശ്വസിക്കുന്നു കോൺഗ്രസ് ആ സംവിധാനത്തെ. അതെങ്ങനെയാണ്? ഈ EDയെ കുറിച്ച് കോൺഗ്രസിന് പറയാനുള്ളത്, മടിയിൽ കനമുള്ള ഒരു ഭയപ്പെടട്ടെ എന്ന് തന്നെയുള്ളൂ. ഞങ്ങൾക്ക് EDയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒരു ഭയമില്ല. ED ഞങ്ങൾക്കെതിരെ നടത്തുന്ന ഏത് അന്വേഷണത്തെയും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും പറയുകയുണ്ടായി. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ആരും ഇവിടെ പറയുന്നില്ല, ഒരു മാധ്യമവും ചർച്ച ചെയ്യുന്നില്ല. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ ഡൽഹി കോടതിയിൽ നൽകിയ കുറ്റപത്രം FIR, അതിന് എന്താണ് കോടതി പറഞ്ഞത് എന്നതിനെ കുറിച്ച് ആരോടും പറഞ്ഞില്ലല്ലോ. കോടതി പറഞ്ഞത് ഒരു തെളിവുമില്ലാതെ ഇതുപോലെ അസംബന്ധ നാടകങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് ഒരു FIR-ുമായിട്ട് അല്ലെങ്കിൽ ഇതുമായി ഇങ്ങോട്ട് വന്നാൽ ഇത് വലിച്ചു കയറി പിന്നെ ഓണയിൽ എറിയുമെന്നാണ് ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് 5 ദിവസം തുടർച്ചയായി രാഹുൽ ഗാന്ധിയെ 54 മണിക്കൂർ ചോദ്യം ചെയ്ത, ഇത്രയും വിശദമായ കാർഡടച്ചുള്ള അന്വേഷണം നടത്തുക, എന്നിട്ടും ഒരു ആരോപണമല്ലാതെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു എവിഡൻസ് പോലും കളക്ട് ചെയ്യുവാനോ ഹാജരാക്കാനായിട്ടോ EDക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുമായി നമ്മൾ കണ്ടു. അതുപോലെ ഇവിടെ ഈ പറഞ്ഞ മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ, അവർക്കൊക്കെ സുപ്രീം കോടതി ചെയ്തു. സുപ്രീം കോടതി എന്താ പറഞ്ഞറിയോ? ഇവർക്കെതിരെ ED ചുമത്തിയ കേസുകളിൽ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഹേമന്ത് സോറൻ, ജാർഖണ്ഡ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ വീട്ടിൽ റെഫ്രിജറേറ്റർ മേടിച്ചതിന്റെ ബില്ലാണ് കള്ളപ്പണം തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ED ഹാജരാക്കിയത്. അപ്പോൾ ഈ EDയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വളരെ ഇത്രയേ ഉള്ളൂ. അല്ലാതെ EDയെ ഇങ്ങനെ പിന്നെ കാടടച്ച് അധിക്ഷേപിക്കുന്നില്ലോ, അല്ലെ ED ഇത് മുഴുവൻ അഴിമതിയാണെന്നോ, ഇതിനകത്ത് ഏതെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഒരു വികൃത മുഖം കൂടി തുറന്നു വരുന്നുണ്ട്. അഴിമതി മുക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ, ഏറ്റവും വലിയ അഴിമതി ഇന്ത്യ മഹാരാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ അഴിമതി നടക്കുന്നത് ഈ മോദി ഭരണകൂടത്തിലാണ്. കാരണം കഴിഞ്ഞ ഈ 2024 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് CAG പാർലമെന്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിമാന പദ്ധതികളിലെല്ലാം വലിയ അഴിമതി നടക്കുന്നു എന്ന് CAG റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഈ രാജ്യത്തെ ഒരു മാധ്യമവും അതൊന്ന് പുറത്തുവിടുവാനോ ചർച്ച ചെയ്യുവാനോ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് താക്കീത് നൽകി. ഇനി ഈ തെരഞ്ഞെടുപ്പിനകം മറ്റൊരു റിപ്പോർട്ട് CAG ഈ പാർലമെന്റിന്റെ ടേബിളിൽ വയ്ക്കേണ്ടതില്ല. ഒരു ഭരണഘടനാ സ്ഥാപനമായ CAG ഏറ്റവും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും അഴിമതി കണ്ട, കാരണം നമ്മൾ കണ്ടു സുപ്രീം കോടതി പോലും തെരഞ്ഞെടുപ്പ് ബോണ്ട്, ഇലക്ഷൻ ബോണ്ട് ഇതിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു വലിയ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇപ്പോൾ EDയുടെ ഈ പറയുന്ന അഴിമതിയോ. പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ED പിന്നെ ഞങ്ങൾക്ക് പറയണ ഇതേ ഉള്ളൂ, ഇതിനകത്ത് മടിയിൽ കാലമുള്ള ഒരു ഭയപ്പെടട്ടെ, അല്ലാതെ ഇതിനകത്ത് സത്യസന്ധമായി ഒരു തെറ്റും ചെയ്യാതെ EDയുടെ അന്വേഷണത്തെ നേരിടുന്നവർക്ക് അവർക്ക് തലയുയർത്തിപ്പിടിച്ച് നിൽക്കാം. കാരണം ഈ രാജ്യത്തെ കോടതിയിൽ പോയാൽ അവർക്ക് അതിന് നീതി കിട്ടും. കാരണം അതിന് ഉള്ള ഒരുപാട് ഉദാഹരണങ്ങൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ പൊതുവിൽ BJP ഇതര സർക്കാരുകൾക്കെതിരെ ED ഒരു പൊളിറ്റിക്കൽ ആയുധമായി, പൊളിറ്റിക്കൽ വെപ്പണായി കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നു എന്നൊരു അഭിപ്രായമുണ്ടോ പ്രൊഫസർ റോണി കെ ബേബി കോൺഗ്രസിന്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇവിടെ ആദ്യമായി കണക്ക് കേരളമുണ്ടോ? അത് ഞാൻ അത് കോടതിയിൽ പ്രൂവ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു മുൻപ് ഹേമന്ത് സോറന്റെ ആയിക്കോട്ടെ കെജ്രിവാളിന്റെ ആയിക്കോട്ടെ എല്ലാവരുടെയും കാര്യം പറയുമ്പോൾ അത് കോടതിയിൽ പ്രൂവ് ചെയ്യാതെ തന്നെ കോൺഗ്രസിന് അതിൽ വിശ്വാസമുണ്ട് എന്നുള്ളതാണ് താങ്കളുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നത്. പക്ഷേ കേരളവുമായി ബന്ധപ്പെട്ട ഒരു കേസും താങ്കൾ പരാമർശിച്ചില്ലല്ലോ പ്രൊഫസർ റോണി കെ ബേബി. അപ്പോൾ കേരളത്തിന്റെ കാര്യം മാത്രം എന്തുകൊണ്ട് കോടതിയിൽ പ്രൂവ് ചെയ്യേണ്ടി വരുന്നു? അല്ല, എന്റെ
തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാരണം CMRL എക്സാലോജി കേസ്. കാരണം അത് 2 കോടതിയിൽ, ഒന്ന് കേരള ഹൈക്കോടതിയിൽ വന്നു, അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിൽ വന്നു, ഡൽഹി കോടതിയിൽ വന്നു. അവരെല്ലാം പറയുന്നത് അന്വേഷണമായി മുന്നോട്ട് പോകട്ടെ, ഏതെങ്കിലും നമ്മൾ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടന്ന് കൃത്യമായി കോടതിയിൽ വരുമ്പോൾ അതിന്റെ അകത്ത് കുറ്റം ചെയ്തിട്ടുണ്ടോ ശിക്ഷിക്കപ്പെടട്ടെ എന്നൊരു നിലപാട് ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പറയുന്ന രാജ്യത്തെ സംവിധാനങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന ആ ഒരു നിലപാടിലേക്ക് കാരണം കോൺഗ്രസ് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കള്ളക്കേസാണെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത് 1444 കേസ് കഴിഞ്ഞ 10 വർഷത്തിനകം ED രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിൽ വെറും 54 കേസുകളിൽ മാത്രമേ കുറ്റം തെളിയിക്കാനായിട്ട് കോടതിയിൽ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ലെസ് ദാൻ 10%. അതാണ് ഇതിന്റെ പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഇത് കോടതിയിലോട്ട് പോകട്ടെ, അല്ലാതെ ഇവിടെ അന്വേഷണം നടക്കുന്നു എന്ന് കണ്ടുകൊണ്ട് EDക്കെതിരെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട്. കാരണം കോടതിയിൽ വരുമ്പോൾ അത് സത്യസന്ധമായി തന്നെ അതിന്റെ കേസിലെ മെരിറ്റോട് പോയി. അതാണ് ഞാൻ പറഞ്ഞത്. ജയചന്ദ്രൻ, അപ്പോൾ കോടതിയിൽ വരട്ടെ. കോടതി പറഞ്ഞാൽ മാത്രം ED എന്നുള്ളത് ഒരു EDയെ വേട്ടയ്ക്കായി ഉപയോഗിക്കുകയല്ല എന്നൊരു അഭിപ്രായമാണ് കോൺഗ്രസിന്. കേരളത്തിലെ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഈ ED ആയിക്കോട്ടെ CBI ആയിക്കോട്ടെ ഇതൊക്കെ ദേശീയ അന്വേഷണ ഏജൻസികളാണല്ലോ. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ ഈ ഏതിനെയും പർച്ചേസ് ചെയ്യാമെന്നൊരു മെസ്സേജ് രാജ്യത്തിന് പുറത്തേക്ക് പോലും പോകുകയല്ലേ ഇത്തരം സംഭവങ്ങളിലൂടെ? EDക്കെതിരെയുള്ള വിമർശനങ്ങളിൽ ഒരു കാര്യത്തിൽ നിന്ന് മറുപടി പറയേണ്ടതുണ്ട്. ഈ പ്രിയപ്പെട്ട ഷാജി രാഘവൻ പറഞ്ഞതാണ്, ഈ മറ്റേ നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രകാശ് കാരാട്ട് അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയുടെ നിലപാടല്ല പിന്നീട് ഇപ്പോൾ അങ്ങനെയല്ല. ജനറൽ സെക്രട്ടറി MA ബേബിയാണ് ചെന്നൈയിൽ സ്റ്റാലിനെ കണ്ടതിന് ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇക്കാര്യത്തിൽ വേട്ടയാടലാണ് നടക്കുന്നത് എന്ന് തന്നെ പറഞ്ഞത്. അത് പിന്നെ 3 ആഴ്ചയല്ലേ ആയുള്ളൂ ആ സംഭവം നടന്നിട്ട്. ശ്രീ ഷാജി രാഘവൻ അത്ര അതിനെക്കുറിച്ച് പറയുന്ന ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ അതേ കേസിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞ റോണി കെ ബേബി പറഞ്ഞല്ലോ ഏതോ ഒരു കോടതി എടുത്തിട്ട് കുടഞ്ഞു എന്ന്. ഇല്ല ശ്രീ റോണി കെ ബേബി, കാരണം ഞാൻ ആ കേസ്, ഈ നാഷണൽ ഹെറാൾഡ് കേസ് ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരാളാണ്. ഏതൊക്കെ കോടതിയിൽ എത്രയാണ് കേസ് നടന്നിട്ടുള്ളത്, ഏറ്റവും ഒടുവിൽ ഏപ്രിൽ 20 ഉൾപ്പെടെ പറഞ്ഞത് എന്താണ് ഒക്കെയുള്ള എനിക്കറിയാം. ചർച്ചാ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നുമില്ല. സുപ്രീം കോടതി ഒരു കേസുണ്ട്, ഡൽഹി ഹൈക്കോടതി കേസുണ്ട്, ഡൽഹി ഹൗസ് ഓഫ് ന്യൂ കോടതിയിലും കേസുണ്ട്. 3 കേസുകൾ പെൻഡിങ് ആണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അത്രേ പറയുന്നുള്ളൂ. പിന്നെ അസിത ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ പിന്നെ ഇന്നലെ ഒരു സുപ്രീം കോടതി വിധിയുണ്ട്. പിന്നെ മധ്യപ്രദേശ് മുൻ ചീഫ് സെക്രട്ടറി തെലങ്കാന സ്വദേശിയായിട്ടുള്ള M. ഗോപാൽ റെഡ്ഡി 80,000 കോടി രൂപ, അതാണ് 80,000 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് ഹൈദരാബാദ് ED ഓഫീസ് കണ്ടുപിടിച്ചത്. അവരാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എങ്ങനെ പിടിച്ച് അകത്തിട്ടു. അത് കഴിഞ്ഞ് തെലങ്കാന ഹൈക്കോടതി ആ കേസ് തള്ളുന്നുണ്ട്. തള്ളിക്കഴിഞ്ഞിട്ട് ഇവർ സ്പെഷ്യൽ ലീവ് പെറ്റീഷനുമായിട്ട് പോയി, പ്രത്യേകാനുമതി ഹർജിയുമായിട്ട് ED സുപ്രീം കോടതി ചെന്നു. ഇന്നലെ സുപ്രീം കോടതി കൈക്കലയില്ലാതെ തള്ളി. ഇതുപോലുള്ള തോന്നിവാസമായിട്ട് മേലാൽ സുപ്രീം കോടതി സമയം മെനക്കെടുത്താൻ വരരുത് എന്ന് തന്നെ പറഞ്ഞാണ് അത് തള്ളിയത്. 80,000 കോടി രൂപയുടെ അഴിമതി. അതിന് മുൻപ് കഴിഞ്ഞ വർഷം ഡിസംബർ 6-ന് ഒരു അനിൽ ടുട്ടേജ എന്ന് പറയുന്ന ജാർഖണ്ഡിലെ ഒരു മുൻ IAS ഓഫീസറുണ്ട്, അയാളെ പിടിച്ച് അകത്തിട്ടു. 2,000 കോടി രൂപയുടെ മദ്യനയ അഴിമതി എന്ന് പറഞ്ഞാണ് അകത്തിട്ടത്. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 25-ന് സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുത്തപ്പോൾ ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു സുപ്രീം കോടതി എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ കേസിൽ, കേരളത്തിലെ കേസിലെ പോലെ തന്നെ പിന്നെ തന്നോട് പണം ആവശ്യപ്പെട്ടു ED ഉദ്യോഗസ്ഥർ. അത് കൊടുക്കാൻ തയ്യാറാവാത്തതിൻ്റെ പ്രതികാരമായിട്ടാണ് ഡിസംബർ 6-ന് പിടിച്ച് അകത്തിട്ടത്. ഏപ്രിൽ 20-ന് സുപ്രീം കോടതി ജാമ്യം കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് തുടരന്വേഷണത്തിൽ സുപ്രീം കോടതി വെച്ചിരിക്കുകയാണ് ആ കേസ്. അപ്പോൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പിന്നെ മറ്റേ അങ്കിത് തിവാരിയുടെ കേസുണ്ടല്ലോ, തമിഴ്നാട്ടിലെ മധുരയിൽ 20 ലക്ഷം രൂപയാണ് കൈയോടെ പിടികൂടിയത്. അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഇതുപോലെ തന്നെ കൊച്ചിയിലെ പോലെ തന്നെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഈ അങ്കിത് തിവാരി ടാസ്മാക്കിൻ്റെ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് 20 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിച്ചത്. കൈയോടെ പൊക്കി വിജിലൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആൻറ്റി കറപ്ഷൻ ആൻഡ് വിജിലൻസ് ബ്യൂറോ, DVSCB എന്നുള്ള അവരുടെ പേര്. തമിഴ്നാട്ടിൽ കേസ് നടക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇത്തരത്തിലുള്ള പണികൾ ഇവരുടെ സ്ഥിരമായിട്ടുണ്ട്. ഇത് ആരിൽ നിന്നും
ഇത് സംശയം വരുന്നത് നേരത്തെ ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇത് പിന്നെ ഉയർന്ന തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ ഇക്കാര്യത്തിൽ നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സാധൂകരിപ്പിക്കുക, അതാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൂടുതൽ. സുപ്രീം കോടതിയുടെ അടക്കം നിഗമനങ്ങളും നിരീക്ഷണങ്ങളും വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സാധാരണ പൗരന്മാരായിട്ടുള്ള നമുക്ക് മനസ്സിലാവുന്നത് സുപ്രീം കോടതിക്ക് വരെ ഇത്തരത്തിലുള്ള തിരിമറികൾ ഈ ഏജൻസിയെ കൊണ്ട് നടപ്പാക്കിക്കുന്നു എന്നുള്ള സംശയങ്ങളിലേക്ക് സുപ്രീം കോടതി എത്തുകയും പരസ്യമായി പറയുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അഴിമതി കാണിച്ചു എന്നുള്ളതുകൊണ്ട് ആ സ്ഥാപനത്തെ മൊത്തത്തിൽ അങ്ങനെ ആക്ഷേപിക്കാമോ എന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിക്കുന്നത്, ഷാജി രാഘവൻ ചോദിക്കുന്നത്. അങ്ങനെയല്ല ശ്രീ ഷാജി രാഘവൻ. പ്രശ്നം വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് കോടതിയുടെ മുമ്പാകെ എല്ലാം. ഇവിടെ അത് തന്നെയാണല്ലോ സംഭവിക്കുന്നത്. അതാണ് പ്രശ്നം. ആ പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിനെ വെറുതെ കേവലം വ്യക്തികളുടെ ഒരു പിന്നെ അബറേഷനായിട്ട് മാത്രം കാണുന്നതിനോട് ഒരു യോജിപ്പും എനിക്കില്ല. ശരി. ശ്രീ ഷാജി രാഘവൻ, എന്തുകൊണ്ട് ഇ ഡിയുടെ ഉദ്യോഗസ്ഥർ എന്നതിൽ നിന്നും മാറി ഇ ഡി എന്ന സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു? ഇതുവരെ എടുത്തിട്ടുള്ള കേസുകൾ, മോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ, അതിനുശേഷം എടുത്തിട്ടുള്ള കേസുകളിൽ 99.9% പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. അതിൽ തന്നെ തെളിയിക്കാനായത് 10% താഴെ കേസുകൾ മാത്രമാണ്. ഇനി അതൊക്കെയും പോട്ടെ, ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ വലിയ തരത്തിൽ ഇങ്ങനെ അന്വേഷണമൊക്കെ നടത്തി മുന്നോട്ട് പോകുന്ന ഏജൻസിയാണെന്ന്. ചില കാര്യങ്ങൾ മാത്രം ചോദിക്കാം. അശോക് ചവാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, അജിത് പവാർ, സുവേന്ദു അധികാരി പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ വലിയ നിലയിൽ വേട്ടയാടപ്പെട്ട നേതാക്കളാണ്. BJP-യിലേക്ക് വന്നു. ഇപ്പോൾ എന്താണ് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഒക്കെ അവസ്ഥ എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? അസിത, എന്തായാലും നമ്മൾ ഈ ചർച്ച കേരളത്തിലുണ്ടായ ഒരു ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തപ്പോൾ, ഇ ഡിയുടെ ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ വളരെ മനഃപൂർവ്വമായി ഇ ഡി എന്ന് പറയുന്ന മുഴുവൻ സംവിധാനത്തിനെതിരെ ഒരു ആരോപണം പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. കൺവിക്ഷൻ റേറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ശരിയാണ് 193 കേസാണ് ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സിനെതിരെ. അവരധികാരത്തിലിരുന്ന് അനധികൃതമായി പണം സമ്പാദിച്ചതിൻ്റെ പേരിലുള്ള ഇതാണ്. അതിൽ ഏറ്റവും കൂടുതൽ കേസ് വന്നിരിക്കുന്നത് 2019 ശേഷമാണ്. 138 കേസാണ് വന്നിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, അധികാരത്തിലിരിക്കുന്നവർ നടത്തിയ അഴിമതി, ആ അഴിമതിക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാൻ അതിനൊരു മിനിമം സമയം എടുക്കില്ലേ? നമ്മുടെ കേരളത്തിൽ 10-15 വർഷമായി ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ എത്രയോ കേസ്, ഒരു ബാലകൃഷ്ണപിള്ള മാത്രമല്ല ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ശ്രീ കെ കരുണാകരനെതിരെ പാം ഓയിൽ കേസ് വന്നു. അതുപോലെ നിരവധി കേസുകൾ മാറി മാറി വന്ന എല്ലാ ഭരണത്തിൽപ്പെട്ട പല മന്ത്രിമാർക്കെതിരെയും പലർക്കെതിരെയും ഇതുപോലെ അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. ഒരു ബാലകൃഷ്ണപിള്ള ഒഴിച്ച് കേരളത്തിൽ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ 2019 ശേഷമാണ് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള 193 കേസിൽ 138 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 2022 ശേഷമാണ് 44 കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കേസെല്ലാം ഭരണത്ത് വെച്ച് ഇതെല്ലാം അടച്ചുപൂട്ടിയതൊന്നും ആരും കരുതണ്ട. അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നു. ശരി, അപ്പോൾ ഈ പാർട്ടിമാരെ ബിജെപിയിലേക്ക് വന്നവർക്കെതിരെയുള്ള കേസുകളിലും ഈ അന്വേഷണം കൃത്യമായ രീതിയിലുള്ളവരാണ് ഈ തരത്തിലുള്ള ചർച്ചകൾക്ക് ഇന്ന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മുഴുവൻ സംവിധാനത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞ പേരുകളുണ്ടല്ലോ, ഇവരൊക്കെ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വലിയ നിലയിൽ വേട്ടയാടപ്പെട്ടു. ബിജെപിയിലേക്ക് വന്നപ്പോൾ അവർക്ക് ഒരു പ്രശ്നവുമില്ല. കേസുകളൊക്കെ എവിടെ പോയി? വലിയ അഴിമതികളായിരുന്നു. രാജിവെക്കേണ്ടിയൊക്കെ വന്ന സാഹചര്യം പോലും ഉണ്ടായി രാജ്യത്ത്. അസിത ശ്രീ അനിൽകുമാർ പറയുന്നുണ്ടായിരുന്നു കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മുഖംമൂടി അഴിഞ്ഞു വീണെന്ന്. കാരണം കേരളത്തിലെ ഒരു ഇ ഡി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഒരു പ്രൈവറ്റ് കേസാണ്. ഒരു കശുവണ്ടി മുതലാളി കൊടുത്ത കേസിൽ ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായപ്പോൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മുഖം മൂടി കഴിഞ്ഞെന്നാ. എന്റെ നാട്ടിൽ കഴിഞ്ഞ ആഴ്ച ഒരു വില്ലേജ് ഓഫീസറെ അറസ്റ്റ് ചെയ്തു. ഇതിന്റെ വിഷയം വളരെ കൃത്യമാണ്. മടിയിൽ കനമില്ല എന്ന് അനിൽകുമാർ പറഞ്ഞാൽ മടിയിൽ കനമുള്ളത് തന്നെയാണ് പ്രശ്നം. മടിയിൽ കനമുള്ളത് തന്നെയാണ് പ്രശ്നം. ശരി, അപ്പോൾ സമയമില്ല, ഞാൻ ഇടപെടുന്നു. ശ്രീ അനിൽകുമാർ, അപ്പോൾ മടിയിൽ കനമുള്ളത് കൊണ്ടാകണം ഈ നേതാക്കളൊക്കെയും കേസ് വന്നപ്പോൾ കൂട്ടത്തോടെ BJP-യിലേക്ക് പോയത്. BJP ആ മടിയിലെ കനമൊക്കെയും അങ്ങ് മാറ്റി അവരെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇതാണോ ഈ രാജ്യത്ത് പൊതുവിൽ നടക്കുന്നത്? ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു, ഇ ഡി റെയ്ഡ് നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് BJP ഇലക്ട്രൽ ബോർഡ് വാങ്ങിച്ചത് ശരിയാണോ? അത് കൊള്ളയല്ലേ എന്ന് 2 തവണ ചർച്ച പങ്കെടുത്ത് പറഞ്ഞു. മിണ്ടാട്ടമില്ല. ഇപ്പോൾ ഒരു വിദ്വാനുണ്ടല്ലോ, ശേഖർ കുമാർ, ഈ കൊടകര കുഴൽപ്പണ കേസിൽ
കുറ്റപത്രം എഴുതി കൊടുത്തിട്ട് BJP നേതാക്കന്മാർക്ക് പങ്കില്ല, അവർക്കൊരു കുഴപ്പമില്ല, ഇതെല്ലാം ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് എഴുതി കൊടുത്ത മഹാനാണ് അദ്ദേഹം. കൊടകര കുഴൽപ്പണ കേസ് മാന്യമായ കാര്യമാണോ ചെയ്തത്? ഫലപ്രദമായ അന്വേഷണം നടത്തിയോ? അത് BJPക്ക് വേണ്ടിയല്ലാണ്ട് പിന്നെ കൊടകര കുഴൽപ്പണ കേസ് വിഴുങ്ങിയത് ആർക്ക് വേണ്ടിയാണ്? BJPയെ സഹായിക്കാനല്ലേ? BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി 40 കോടി രൂപയോളം കള്ളപ്പണം കേരളത്തിൽ കൈകാര്യം ചെയ്തു. ആ കൈകാര്യം ചെയ്തയാൾ കർണാടകത്തിൽ ഇപ്പോൾ BJPയുടെ MP ആണ്, രാജ്യസഭാ അംഗമാണ്. മുമ്പ് അദ്ദേഹം MLC ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നാണ് ധർമ്മരാജൻ പണം കടത്തിയത് എത്രയോ തവണ. ഇത് കൃത്യമായിട്ട് കേരള പോലീസ് പിടിച്ച് രേഖകൾ സഹിതം കൊടുത്തിട്ട് ED അത് വിഴുങ്ങി. ആ വിഴുങ്ങിയ ED മാന്യന്മാരെന്നാ പറയുക, ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെ കുറ്റമാണെന്ന് പറയുക. ഇതാണോ ശരി? പിന്നെ മുഖം മൂടി അഴിഞ്ഞു വീണത് ആരുടെ എന്നൊരു സംശയം. ഞാൻ ചോദിച്ചല്ലോ, എണ്ണി ചോദിച്ചല്ലോ, കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാ ചോദിക്കുന്നത്. ഏത് കോടതി പറഞ്ഞിട്ടാ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് നിങ്ങൾ ജാഥ നടത്തുന്നത്? കരിങ്കുടി നടത്തിയത് വിമാനത്താവളത്തിൽ പോയിട്ട് കരിങ്കുടി ജാഥ നടത്തിയത്, വിമാനത്തിനകത്ത് കരിങ്കുടി ജാഥ ഏത് കോടതി മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടാ? കേരള മുഖ്യമന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു നോട്ടീസ് ആരെങ്കിലും ഇതുവരെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഒരെണ്ണമുണ്ടോ? പിന്നെ എന്തിനാ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടത്? ഖുറാൻ്റെ മറവിൽ കടത്തിയതിനോ? കോഴിക്കോട് ഒരു തീപിടുത്തം നടക്കുക, ഭയങ്കര തീപിടുത്തമാണ് കേട്ടോ, അണയ്ക്കാൻ പറ്റുന്ന അല്പം വൈകിന്ന് കണ്ടത്. പക്ഷേ തിരുവനന്തപുരത്ത് ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. 2 കപ്പ് വെള്ളം ഒഴിച്ച് കെടുത്തിയൊരു തീപിടുത്തം സെക്രട്ടേറിയറ്റിൽ. അന്ന് എന്തായിരുന്നു മാധ്യമങ്ങളുടെ തലക്കെട്ട്? സ്വർണ്ണക്കള്ളക്കടത്തിലെ ഫയല് അത് കത്തിച്ചു കളയുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തിലെ ഫയല് കത്തിക്കുകയാണ്. ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് സ്വർണം കടത്തിയാൽ ഉടനെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഫയൽ എഴുതി വെക്കും. അത് പിന്നെ പിണറായി വിജയൻ്റെ കേരളത്തിലെ സർക്കാർ കത്തിക്കുകയാണ് എന്നൊക്കെ ഈ കേരളത്തിൽ അച്ചടിച്ചു വിട്ട മാധ്യമങ്ങളും പ്രചരിപ്പിച്ച മാധ്യമങ്ങളും അതിന് വലിയ പ്രചാരം കൊടുത്ത ആളുകളും ഇതിന് പിന്തുണ കൊടുത്തവരും അല്ലേ ഇവിടെയുള്ളത്. തലസ്ഥാനം കത്തുന്നു, മാധ്യമത്തിലെ തലക്കെട്ടാണ്. എന്തായി കത്തിയത്? അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മുഴുവൻ പേരുടെയും കൂട്ടുകച്ചവടം പൊളിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ വിട്ടിരിക്കുന്ന വേട്ട നായ്ക്കൾ ആരൊക്കെ എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. വ്യക്തിപരമായ കാര്യത്തിന് ഇത്രയും അഴിമതി നടത്തുന്ന ഒരു തെമ്മാടിക്കൂട്ടം എന്താണ് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ BJPക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ അഴിമതിക്കാരെ ഞങ്ങൾ പൂട്ടും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ഓക്കെ, ശരി. എന്തായാലും വളരെ നന്ദി. 4 അതിഥികൾക്കും ചർച്ചയിൽ ചേർന്നതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുന്നു.